നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധം ശക്തമായി തുടരുന്നതിനിടെ അമേരിക്കയ്ക്ക് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും തിരിച്ചടി. ഇറാന്റെ സൈനിക ശേഷി പാടെ തകർത്തെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീരവാദം മുഴക്കി മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയുടെ 2 അത്യാധുനിക പോർവിമാനങ്ങൾ തകർത്തുകൊണ്ട് ഇറാന്റെ ഞെട്ടിക്കുന്ന മറുപടി. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-15E വിമാനത്തിലുണ്ടായിരുന്നവരിൽ ഒരാൾ രക്ഷപ്പെട്ടെങ്കിലും പൈലറ്റിനെ കാണാതായി. അമേരിക്കൻ പൈലറ്റിനെ ജീവനോടെ പിടികൂടുന്നവർക്ക് 61 ലക്ഷം രൂപ പാരിതോഷികം ഇറാൻ അധികൃതർ പ്രഖ്യാപിച്ചതോടെ പ്രദേശത്തേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ തെരച്ചിലിനിറങ്ങിയതായാണ് റിപ്പോർട്ട്. പൈലറ്റിനെ ഇറാൻ കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ ജീവൻ വച്ച് വിലപേശുകയും ചെയ്താൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇറാന് നൽകിയ അന്ത്യശാസനം തീരാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അമേരിക്കയുമായി കരാറിലെത്തിയില്ലെങ്കിൽ ഇറാന് മേൽ നരകം പെയ്തിറങ്ങുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. ട്രംപിന്റെ ഭീഷണി അവഗണിച്ച ഇറാൻ US-ന്റെ നിബന്ധനകൾ അതിരുകടന്നതും യുക്തിരഹിതവുമാണെന്ന നിലപാട് ആവർത്തിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ നിരവധി ഉന്നത നേതാക്കളെ വധിച്ചു എന്ന വെളിപ്പെടുത്തലുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനെ മോശമായും വിവേകമില്ലാതെയും നയിച്ച നിരവധി സൈനിക നേതാക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ സർപ്രൈസ് വരുന്നുണ്ടെന്നും അതിന് ഇനി അല്പസമയം മാത്രമേ വേണ്ടിവരികയുള്ളൂ എന്നും ഇറാനും ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഇതോടെ പശ്ചിമേഷ്യ അതിശക്തമായ യുദ്ധക്കെടുതികളിലേക്ക് വീഴുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ഇനി നമുക്ക് ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ആർട്ടമിസ് ചാന്ദ്ര ദൗത്യത്തെക്കുറിച്ചുമുള്ള വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഒരു വശത്ത് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ശക്തമായ വ്യോമാക്രമണങ്ങൾ, മറുവശത്ത് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം മറ്റൊരു പ്രതിസന്ധി കൂടി നേരിടുകയാണ് ഇറാൻ. ശത്രുക്കൾ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഭരണപ്രതിസന്ധിയും ആഭ്യന്തര പ്രശ്നങ്ങളും കൊണ്ട് സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേതൃത്വവും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇറാനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുവെന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റിനെ അവഗണിച്ച് ഭരണ നിയന്ത്രണം IRGC ഏറ്റെടുത്തുവെന്നാണ് ഇറാൻ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധം ശക്തമാകുന്നതിനോടൊപ്പം ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനു മേൽ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC പിടിമുറുക്കിയെന്നാണ് റിപ്പോർട്ട്. ഇറാൻ പ്രസിഡന്റ് നടത്തുന്ന നിയമനങ്ങളും തീരുമാനങ്ങളും IRGC അവഗണിക്കുന്നു, എക്സിക്യൂട്ടീവ് അധികാരം പ്രയോഗിക്കാൻ സർക്കാരിന് അവസരം നൽകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. പുതിയ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിക്കാനുള്ള ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ശ്രമങ്ങൾ IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വാഹിദിയുടെ നേരിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. ഇത് സർക്കാരിന്റെ കാര്യനിർവഹണത്തിന് IRGC തടസ്സമാകുന്നുവെന്നതിന്റെ തെളിവായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്റലിജൻസ് മന്ത്രി സ്ഥാനത്തേക്ക് ഹുസൈൻ ദഹ്ദാൻ ഉൾപ്പെടെ ഇറാൻ പ്രസിഡന്റ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെല്ലാം IRGC നിരസിച്ചു. US-ഉം ഇസ്രായേലുമായുള്ള യുദ്ധം കണക്കിലെടുത്ത ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ നിർണായക നേതൃസ്ഥാനങ്ങളും സൈന്യം കൈകാര്യം ചെയ്യുമെന്ന് IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വാഹിദി ഉത്തരവ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ യുദ്ധത്തിനിടെ ഇറാനിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമാകുന്നതായും അനുമാനിക്കുന്നു. ഇറാന്റെ അധികാരഘടന അനുസരിച്ച് പരമോന്നത നേതാവിന്റെ അംഗീകാരം നേടിയതിനു ശേഷം മാത്രമേ പ്രസിഡന്റ് പരമ്പരാഗതമായി മന്ത്രിമാരെയും മറ്റ് ഉന്നതരെയും നാമനിർദ്ദേശം ചെയ്യാറുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി അജ്ഞാത കേന്ദ്രത്തിലായതിനാൽ ഇറാൻ പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങളെ അവഗണിക്കുകയാണ് IRGC. ഇതിലൂടെ രാജ്യത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ IRGC ഏറെക്കുറെ പിടിമുറുക്കുകയും ചെയ്തുവെന്ന് വ്യക്തം. ഇറാനിൽ ഇപ്പോൾ സുപ്രധാന തീരുമാനമെടുക്കുന്ന സമിതിയിൽ പൂർണ്ണ നിയന്ത്രണം ചെലുത്തുന്നത് മുതിർന്ന IRGC ഉദ്യോഗസ്ഥരാണ്. ഇറാന്റെ നിയന്ത്രണം IRGCയുടെ കൈകളിലാകുന്നത് നയതന്ത്ര ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും പ്രാദേശിക അസ്ഥിരത വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ഏറെയെന്നാണ് വിലയിരുത്തൽ. സമീപ ദിവസങ്ങളിൽ മുജിതബയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്താൻ പ്രസിഡന്റ് പെസഷ്കിയാൻ പലതവണ ശ്രമിച്ചെങ്കിലും നടക്കാതെ പോയി. IRGCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾക്കൊള്ളുന്ന ഒരു സൈനിക കൗൺസിൽ ഇപ്പോൾ പ്രധാന തീരുമാനങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം ചെലുത്തുന്നതായും അവർ മുജിതബയ്ക്ക് ചുറ്റും സുരക്ഷാ വലയം ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്.
നിലവിലെ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സർക്കാർ റിപ്പോർട്ടുകൾ പരമോന്നത നേതാവിന് ലഭിക്കുന്നത് തടയുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. മുജിതബയുടെ ആരോഗ്യസ്ഥിതി നിലവിലെ അധികാര സമവാക്യങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും ഊഹാപോഹങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനിടെ മുജിതബയുടെ ഭരണനിർവഹണ സംഘത്തിലും ആഭ്യന്തര പ്രതിസന്ധി ഉള്ളതായി റിപ്പോർട്ടുകളുണ്ട്. പരമോന്നത നേതാവിന്റെ ഓഫീസിലെ പ്രധാന വ്യക്തിയായ അലി അസ്ഗർ ഹിജാസിയെ പുറത്താക്കാൻ ചിലർ ശ്രമിക്കുന്നതായി പറയപ്പെടുന്നു. മുജിതബയെ പരമോന്നത നേതാവാക്കുന്നതിനോട് ഹിജാസി എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ കാരണം. മുജിതബ ഖമനേയിയെ പരമോന്നത പദവിയിലേക്ക് ഉയർത്തുന്നത് രാജ്യത്തിന്റെ മുഴുവൻ നിയന്ത്രണവും IRGCക്ക് കൈമാറാൻ ഇടയാക്കുമെന്നും സാധാരണ സിവിൽ സ്ഥാപനങ്ങളെ എന്നേക്കുമായി മാറ്റി നിർത്തുമെന്നും ഹിജാസി മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. മുജിതബയെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കുന്നതിൽ രാജ്യത്തിനുള്ളിൽ നിരവധി എതിർപ്പുകളുണ്ടായിരുന്നു. എന്നാൽ IRGCയുടെ തീരുമാനമായിരുന്നു മുജിതബയെ പരമോന്നത പദവിയിലെത്തിക്കുക എന്നത്. അത്രത്തോളം ശക്തമായ സ്വാധീനമാണ് IRGCക്ക് ഇറാനിയൻ സമൂഹത്തിലും ഭരണരംഗത്തുമുള്ളത്. ഇറാന്റെ സാമൂഹ്യ രംഗത്തും സൈനിക രംഗത്തും അതിശക്തമായ സ്വാധീനമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്. ഇറാന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ കൂടുതൽ അധികാരവും ആയുധശേഷിയും സാമ്പത്തിക സ്വാധീനവും കൈയാളുന്നത് IRGCയാണ്. ഭരണകൂടത്തെ സംരക്ഷിക്കാൻ രൂപീകരിച്ച സായുധ സംഘം കാലക്രമേണ ഇറാനിലെ യഥാർത്ഥ ഭരണകൂടമായി മാറിയതെങ്ങനെ? അതിനെക്കുറിച്ചാണ് അടുത്ത വാർത്ത. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട IRGC ഇന്ന് ഇറാനിലെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ കൂടുതൽ അധികാരവും ആയുധശേഷിയും സാമ്പത്തിക സ്വാധീനവും കൈയാളുന്നു. ഇറാനിൽ അതിർത്തികൾ സംരക്ഷിക്കാൻ ആർത്തേഷ് എന്ന ഔദ്യോഗിക സൈന്യം ഉണ്ടെങ്കിലും 1979 ഷാ ഭരണകൂടത്തെ താഴെയിറക്കി അധികാരത്തിൽ വന്ന അയത്തുള്ള അലി ഖമനേയിക്കും അനുയായികൾക്കും മുൻ ഭരണകൂടത്തോട് കൂറുണ്ടായിരുന്ന സൈന്യത്തെ വിശ്വാസമില്ലായിരുന്നു. ഷായുടെ ഭരണകാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളുമായും അമേരിക്കയുമായും അടുത്ത ബന്ധം പുലർത്തുകയും പാശ്ചാത്യ സൈനിക പരിശീലനം നേടുകയും ചെയ്ത ഉദ്യോഗസ്ഥരായിരുന്നു ഔദ്യോഗിക സൈന്യത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള സൈന്യം എപ്പോൾ വേണമെങ്കിലും സൈനിക അട്ടിമറിയിലൂടെ ഇസ്ലാമിക ഭരണകൂടത്തെ താഴെയിറക്കാൻ സാധ്യതയുണ്ടെന്ന കാരണമാണ് IRGCയുടെ രൂപീകരണത്തിന് പിന്നിൽ. 1979 മെയ് 5-നാണ് അയത്തുള്ള അലി ഖമനേയിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം IRGC രൂപീകരിച്ചത്. ഇന്ന് രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുക എന്ന ദൗത്യം ഔദ്യോഗിക സൈന്യത്തിനും രാജ്യത്തിന്റെ ഇസ്ലാമിക വ്യവസ്ഥിതിയെയും ഭരണകൂടത്തെയും ആഭ്യന്തര ബാഹ്യ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ദൗത്യം IRGCക്കുമാണ്. 1980-കളിൽ ആരംഭിച്ച 8 വർഷം നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധം IRGCയുടെ സ്വഭാവവും ഘടനയും പൂർണ്ണമായും മാറ്റിമറിക്കുകയുണ്ടായി. ആഭ്യന്തര സുരക്ഷാ സേന എന്ന നിലയിൽ നിന്ന് മാറി സമാന്തരമായി സ്വന്തം സൈനിക ഘടനകളും ആയുധപ്പുരകളും വ്യോമനാവിക വിഭാഗങ്ങളും വികസിപ്പിക്കുകയും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തുണയായി മാറുകയും ചെയ്തു. അമേരിക്കയോടും ഇസ്രായേലിനോടും നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പര്യാപ്തമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത IRGCക്ക് കരസേന, നാവികസേന, വ്യോമസേന, ബഹിരാകാശ സേന, ഖുദ്സ് ഫോഴ്സ്, ബാസിദ് മിലിഷ്യ എന്നിങ്ങനെ 5 പ്രധാന വിഭാഗങ്ങളാണ് ഉള്ളത്. കരസേനയ്ക്ക് 1.5 ലക്ഷത്തിലധികം സൈനികരുണ്ട്. ഇറാന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ രാജ്യത്തെ 31 പ്രവിശ്യകളിലായി കരസേനയെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. 1979 കുർദിഷ് കലാപം മുതൽ സിസ്താൻ ബലൂചിസ്ഥാൻ അതിർത്തി മേഖലയിലെ വിഘടനവാദ ഗ്രൂപ്പുകളെ നേരിടുന്നതിൽ വരെ IRGC പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും മാരകമായ ആയുധശേഖരമായ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന്റെയും അത്യാധുനിക ഡ്രോൺ സംവിധാനങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണം IRGC എയ്റോസ്പേസ് ഫോഴ്സിനാണ്. ഫത്തേഹ്, ഖിയാം തുടങ്ങിയ നൂതന ബാലിസ്റ്റിക് മിസൈലുകളും ഖാദർ, ഹോർമൂസ് 1, ഹോർമൂസ് 2 തുടങ്ങിയ റഡാർ വേധ കപ്പൽവേധ മിസൈലുകളും വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് എയ്റോസ്പേസ് ആണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 300 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളെയും ഇസ്രായേലിനെയും നേരിട്ട് ആക്രമിക്കാൻ പര്യാപ്തമാണ്. ഇറാന്റെ ഔദ്യോഗിക നാവികസേന അറബിക്കടലിലും കാസ്പിയൻ കടലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ IRGC നാവികസേനയുടെ പ്രധാന പ്രവർത്തന മേഖല പേർഷ്യൻ ഗൾഫും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കുമാണ്. ഇറാന്റെ അതിർത്തികൾക്ക് പുറത്ത് സൈനിക നീക്കങ്ങളും പ്രോക്സി യുദ്ധങ്ങളും നടത്തുന്നത് ഖുദ്സ് ഫോഴ്സ് ആണ്. ലെബനനിലെ ഹിസ്ബുല്ല, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് പരിശീലനവും ആയുധങ്ങളും നൽകുന്നത് ഖുദ്സ് ഫോഴ്സ് ആണ്. രാജ്യത്തിനകത്തെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിലും
ഇസ്ലാമിക സദാചാര നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലും മുന്നിൽ നിൽക്കുന്ന അർദ്ധസൈനിക വിഭാഗമായ ബാസിജ് മിലിഷ്യയും IRGCയുടെ ഭാഗമാണ്. IRGC ഒരു സായുധ സേന മാത്രമല്ല, ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെയും വാണിജ്യത്തിന്റെയും സ്ഥിരാകേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഭീമൻ വ്യവസായ സാമ്രാജ്യം കൂടിയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ 10% മുതൽ 50% വരെ IRGCയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും നേരിട്ടോ അല്ലാതെയോയുള്ള നിയന്ത്രണത്തിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. രാജ്യത്തിന്റെ അവസാന വാക്കായ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയെ തിരഞ്ഞെടുത്തതിനു പിന്നിൽ IRGCക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. മുജ്തബയെ മുന്നിൽ നിർത്തി ഇറാന്റെ യഥാർത്ഥ ഭരണ നിയന്ത്രണം പൂർണ്ണമായും കൈകളിലാക്കാനായിരുന്നു IRGCയുടെ ലക്ഷ്യം. ഒടുവിൽ ഭരണകൂടത്തെ സംരക്ഷിക്കാൻ രൂപീകരിച്ച സായുധ സംഘമായ IRGC കാലക്രമേണ ഇറാനിലെ യഥാർത്ഥ ഭരണകൂടമായി മാറിയ കാഴ്ചയാണ് ഇറാനിൽ കാണുന്നത്. അരനൂറ്റാണ്ടിലേറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ അടുത്തേക്ക്. നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമായി 4 യാത്രികരുമായി ഓറിയോൺ പേടകം ചന്ദ്രനെ തൊട്ടരികിൽ നിന്ന് കാണാനാരംഭിച്ച പ്രയാണം കൃത്യതയോടെ മുന്നേറുന്നു. 10 ദിവസത്തെ ദൗത്യത്തിൽ പേടകം ഇതിനകം ചന്ദ്രനിലേക്കുള്ള ദൂരം പകുതിയിലേറെ താണ്ടി. ആർട്ടിമിസ് 2 ദൗത്യത്തിലൂടെ ബഹിരാകാശത്ത് ഇന്നേ വരെ മനുഷ്യൻ എത്തിയിട്ടില്ലാത്തത്ര ദൂരത്തേക്കാണ് യാത്ര. ദൂരം മാത്രമല്ല, മനുഷ്യൻ ഇന്നേ വരെ അറിയാത്ത അറിവുകളിലേക്ക് കൂടിയാണ് ഈ ദൗത്യം. ഗ്രീക്ക് ഇതിഹാസത്തിൽ സിയൂസ് ദേവന്റെയും ലിറ്റോ എന്ന ദേവതയുടെയും മകളാണ് ആർട്ടിമിസ്. അപ്പോളോ ദേവന്റെ സഹോദരിയായ ആർട്ടിമിസ് ചന്ദ്രൻ, വേട്ട, പരിശുദ്ധി എന്നിവയുടെ ദേവതയുമാണ്. തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാത്തവളാണ് ആർട്ടിമിസ്. നാസ അവരുടെ ചാന്ദ്ര ദൗത്യത്തിന് നൽകിയിരിക്കുന്നതും അപ്പോളോ ദേവന്റെ സഹോദരിയുടെ പേരാണ്. അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും 4 മനുഷ്യരെയും വഹിച്ചുകൊണ്ട് പേടകം ഭൂമിയിൽ നിന്ന് അമ്പിളിക്കരികിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ ഉറപ്പിച്ച റോക്കറ്റിൽ അവർ 4 പേർ കയറുമ്പോൾ ലോകം ശ്വാസമടക്കി പ്രാർത്ഥിച്ചു നിന്നു. ബുധനാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 6:35 നാസയുടെ ചരിത്രപരമായ ദൗത്യവുമായി ആർട്ടിമിസ് 2ന്റെ ദീർഘദൂരത്തേക്കുള്ള പ്രയാണം കൃത്യതയോടെ ആരംഭിച്ചത്. 1972 ശേഷമുള്ള മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയാണ് ലോകം പ്രതീക്ഷയോടെ ശൂന്യാകാശത്തിലേക്ക് അയച്ചത്. 1968 മുതൽ 1972 വരെയുള്ള അപ്പോളോ ദൗത്യങ്ങളിൽ US-ൽ നിന്നുള്ള പുരുഷ യാത്രികർ മാത്രമാണ് ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുള്ളത്. മറ്റൊരു രാജ്യത്തു നിന്നുള്ള യാത്രികരാരും ചന്ദ്രനരികിലേക്ക് പോലും എത്തിയിട്ടില്ല. എന്നാൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് ആർട്ടിമിസ് 2. ഒരു ചാന്ദ്ര ദൗത്യത്തിൽ സഞ്ചാരികളായി ഒരു സ്ത്രീയെയും കറുത്ത വംശജനെയും തിരഞ്ഞെടുക്കുന്നത് ഇതാദ്യം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ജോലി ചെയ്ത പരിചയസമ്പന്നനായ റീജ് വീസ്മാൻ ആണ് കമാൻഡർ. ചാന്ദ്രയാത്രാ ദൗത്യത്തിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ വിക്ടർ ഗ്ലോവറാണ് പൈലറ്റ്. കാനഡയിൽ നിന്നുള്ള ജെറമി ഹാൻസൺ ആണ് ചാന്ദ്രയാത്രാ ദൗത്യത്തിൽ ഉൾപ്പെടുന്ന അമേരിക്കക്കാരനല്ലാത്ത ആദ്യ വിദേശി. ഇദ്ദേഹമാണ് ആർട്ടിമിസ് ദൗത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റ് 2. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഒറ്റ യാത്രയിൽ ഏറ്റവും കൂടുതൽ കാലം താമസിച്ച റെക്കോർഡുള്ള ക്രിസ്റ്റീന കോച്ചാണ് ചാന്ദ്ര ദൗത്യത്തിലെ ആദ്യ വനിത. 6 തവണ ബഹിരാകാശ നടത്തത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ക്രിസ്റ്റീന. ബഹിരാകാശ നിലയത്തിന് പുറത്ത് അറ്റകുറ്റപ്പണികൾക്കായി 42 മണിക്കൂറിലധികം സമയം ചെലവഴിച്ച ക്രിസ്റ്റീനയാണ് ആർട്ടിമിസ് ദൗത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റ് ഫസ്റ്റ്. 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനുമാണ് അന്ന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്. ചന്ദ്രനിൽ അവസാനമായി മനുഷ്യർ കാലുകുത്തിയതാകട്ടെ 1972-ലും. അതിനുശേഷം അരനൂറ്റാണ്ടിലേറെയുള്ള ഇടവേളയ്ക്ക് ശേഷമാണ് മനുഷ്യനെ വഹിക്കുന്ന ഒരു പേടകം ചന്ദ്രനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത്. ഇത്തവണ ദൗത്യസംഘം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങില്ല. അതിലും വലിയ ലക്ഷ്യങ്ങളോടെയാണ് 4-അംഗ സംഘം യാത്ര തിരിച്ചിട്ടുള്ളത്. ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കാനുള്ള നീക്കങ്ങളുടെ ആദ്യ ചുവടുവയ്പ്പാണ് ആർട്ടിമിസ് 2-ന്റേത്. ആർട്ടിമിസ് പ്രോഗ്രാമിന്റെ ഭാഗമായ നാസയുടെ ആദ്യത്തെ മനുഷ്യനുൾപ്പെട്ട ദൗത്യമാണിത്. 4 ബഹിരാകാശ യാത്രികരെ 10 ദിവസത്തെ ദൗത്യത്തിനാണ് അയച്ചത്. ഇത് ഭാവിയിലെ ആർട്ടിമിസ് ദൗത്യങ്ങൾക്കുള്ള അടിത്തറപ്പാകും. ദൗത്യത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ചന്ദ്രനിലെയും ചൊവ്വയിലെയും ഭാവിയിലെ സുരക്ഷിതവും കാര്യക്ഷമവുമായ മനുഷ്യ പരിവേഷണങ്ങൾക്ക് ഊർജം പകരും. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിലേക്കും അതിനപ്പുറത്തേക്കും സഞ്ചരിക്കാൻ നാസ വികസിപ്പിച്ചെടുത്ത പേടകമാണ് ഓറിയോൺ. അപ്പോളോ പേടകങ്ങളെക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാനും കൂടുതൽ യാത്രികരെ വഹിക്കാനും ശേഷിയുള്ള ഓറിയോൺ ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങളുടെ ആവശ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രധാനമായും 2 ഭാഗങ്ങളാണ് പേടകത്തിനുള്ളത്. ഒന്ന് യാത്രികർ താമസിക്കുന്ന ക്രൂ മോഡ്യൂൾ, രണ്ടാമത്തേത് സർവീസ് മോഡ്യൂൾ. യാത്രികർക്ക് ആവശ്യമായ ഇന്ധനവും വായുവും വൈദ്യുതിയും നൽകുന്ന ഭാഗമാണ് സർവീസ് മോഡ്യൂൾ. ഇത് യൂറോപ്യൻ നിർമ്മിതമാണ്.
ഓറിയോൺ പേടകത്തിന്റെ ചലനങ്ങളെയും ദിശയെയും നിയന്ത്രിക്കുന്നത് യൂറോപ്പിലെ ബഹിരാകാശ വ്യവസായ കേന്ദ്രങ്ങളിൽ നിർമ്മിച്ച 33 എഞ്ചിനുകളാണ്. വിക്ഷേപണത്തിന്റെ നിർണായക ഘട്ടങ്ങൾ ഓരോന്നും പിന്നിടുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഈ യാത്രയുടെ ഹൃദയമിടിപ്പായ യൂറോപ്യൻ സർവീസ് മോഡ്യൂളിലേക്കാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ അത്യാധുനിക സംവിധാനമാണ് 4 ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി ചന്ദ്രനു ചുറ്റും എത്തിച്ച് തിരികെ കൊണ്ടുവരുന്നത്. അതിനിടെ ഓറിയോൺ പേടകത്തിലെ ടോയ്ലറ്റിന്റെ പ്രവർത്തനത്തിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ബഹിരാകാശ യാത്രികർ മിഷൻ കൺട്രോളിന്റെ പിന്തുണയോടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. 2020 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ച ടോയ്ലറ്റിന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പാണിത്. ഭൂമിക്കപ്പുറം ജീവിക്കാൻ സാധിക്കുന്ന ഒരിടം തേടിയുള്ള മനുഷ്യന്റെ യാത്രയ്ക്കാണ് ആർട്ടിമിസ് 2 തുടക്കം കുറിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണപഥം കടന്ന് ഓറിയോൺ പേടകം ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനിടെ മിഷൻ കമാൻഡറായ റെയ്ഡ് വെസ്മാൻ ഭൂമിയെ ഒറ്റ ഫ്രെയിമിനുള്ളിലാക്കി ലോകത്തെ വിസ്മയിപ്പിച്ചു. ഓറിയോൺ പേടകം പിഴവില്ലാതെ സഞ്ചരിക്കുമ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം 1972 ശേഷം എന്തുകൊണ്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയില്ല എന്നാണ്. അതിനെക്കുറിച്ചാണ് അടുത്ത വാർത്തയിൽ. ആദ്യ ദിവസം ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിയ യാത്രികർ പേടകത്തിന്റെ പ്രവർത്തനക്ഷമത പരിശോധിച്ചു. റോക്കറ്റിന്റെ മുകൾ ഭാഗത്തു നിന്നും വേർപെട്ട ശേഷം യാത്രികർ ഓറിയോണിന്റെ നിയന്ത്രണം നേരിട്ട് ഏറ്റെടുത്തു. ഭാവിയിലെ ആർട്ടിമിസ് ദൗത്യങ്ങൾക്ക് അത്യാവശ്യമായ ഡോക്കിംഗ്, അതായത് മറ്റൊരു പേടകവുമായി ചേരുന്ന പ്രക്രിയ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. രണ്ടാം ദിവസം മിഷൻ കൺട്രോളിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചതോടെ സർവീസ് മോഡ്യൂളിലെ പ്രധാന എഞ്ചിൻ ജ്വലിപ്പിച്ചു. ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയിലൂടെ പേടകം ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്കുള്ള 4 ദിവസത്തെ യാത്ര ആരംഭിച്ചു. ഓറിയോൺ ബഹിരാകാശ പേടകം റോക്കറ്റിൽ നിന്ന് വിജയകരമായി വേർപെടുന്നതിന്റെ വീഡിയോ ദൃശ്യം നാസ പുറത്തുവിടുകയുണ്ടായി. ഇതിനിടെ ഭൂമിയെ ഒരൊറ്റ ഫ്രെയിമിൽ പകർത്തി ആർട്ടിമിസ് 2 സംഘം 53 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യദൗത്യത്തിനിടെ ഇങ്ങനെയൊരു ചിത്രമെടുക്കുന്നത്. അത്യപൂർവമായ ഭൂമിയുടെ ചിത്രം ആർട്ടിമിസ് 2 സംഘം പുറത്തുവിട്ടു. അരനൂറ്റാണ്ടിന് മുമ്പ് ഭൂമിയുടെ ഇത്തരത്തിലുള്ള ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. അപ്പോളോ 17 ദൗത്യത്തിനിടെ ഹാരിസൺ ഷ്മിറ്റ് ആണ് ആ ചിത്രമെടുത്തത്. ബ്ലൂ മാർബിൾ എന്നറിയപ്പെടുന്ന ആ ചിത്രം ചരിത്ര പ്രസിദ്ധമാണ്. 3 ദിവസം യാത്ര ചെയ്താണ് ഓറിയോൺ ചന്ദ്രന്റെ അടുത്ത് എത്തുന്നത്. അവിടെ 4 ദിവസം. ഒരു തവണ ചന്ദ്രനെ പേടകം വലം വയ്ക്കും. ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് വേണം 3 ദിവസം. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് 7000 കിലോമീറ്റർ താഴെ ഉയരത്തിൽ ചന്ദ്രനെ ഒരു തവണ വട്ടം ചുറ്റി തിരികെ വരും. മനുഷ്യൻ നാളിതുവരെ സഞ്ചരിച്ചതിൽ വച്ച് ഏറ്റവും ദൂരേക്കുള്ള യാത്രയും ഇതുതന്നെയായിരിക്കും. ദൗത്യം വിജയിച്ചാൽ ഭാവിയിൽ ചന്ദ്രനിൽ ലൂണാർ ഗേറ്റ്വേ എന്ന സ്റ്റേഷൻ സ്ഥാപിക്കും. മനുഷ്യവാസം സാധ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പായി ആർട്ടിമിസ് 2 മാറും എന്നാണ് പ്രതീക്ഷ. ചന്ദ്രനെ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഒരു സ്ഥിരം കേന്ദ്രമായി മാറ്റാനും അവിടെ നിന്ന് ചൊവ്വയിലേക്കും ഉൾപ്പെടെയുള്ള ദീർഘദൂര യാത്രകൾക്ക് തയ്യാറെടുക്കുകയുമാണ് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉൾപ്പെടെയുള്ള ഏജൻസികൾ ലക്ഷ്യമിടുന്നത്. ഹീലിയം 3 ഉൾപ്പെടെയുള്ള ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള മൂൺ കോളനി പദ്ധതിക്കുള്ള അടിത്തറ കൂടിയാകും ആർട്ടിമിസ് പരമ്പര. ആർട്ടിമിസ് 3 ദൗത്യം 2027 വിക്ഷേപിക്കുക. അതേസമയം 1972 ശേഷം ചാന്ദ്രയാത്രകൾക്കിടയിൽ ഇത്രയും വലിയ ഇടവേള ഉണ്ടായതിന്റെ കാരണം എന്താണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. സാങ്കേതിക വിദ്യാരംഗത്തെ പരിമിതികളല്ല, മറിച്ച് സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ അടക്കമുള്ളവയാണ് ഈ നീണ്ട ഇടവേള സൃഷ്ടിച്ചതെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോളോ കാലഘട്ടത്തിന് ശേഷം ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലെ പര്യവേഷണങ്ങളിലേക്ക് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ മാറിയതും ചാന്ദ്രദൗത്യത്തെ വൈകിപ്പിച്ചു. ബഹിരാകാശ ഗവേഷണ രംഗത്തെ മത്സരത്തിന്റെ ഭാഗമാകാൻ ഇന്ന് നിരവധി രാജ്യങ്ങളും സ്വകാര്യ കമ്പനികളുമടക്കം രംഗത്തുണ്ട്. ചൈനയുമായുള്ള പുതിയ ബഹിരാകാശ മത്സരം ചാന്ദ്ര പര്യവേഷണങ്ങളിലേക്ക് മടങ്ങാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചു. അപ്പോളോ ദൗത്യത്തിന്റെ പ്രേരക ഘടകങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നുവെങ്കിൽ ആർട്ടിമിസ് ദൗത്യത്തിന് പിന്നിൽ ദീർഘകാല ലക്ഷ്യങ്ങളാണുള്ളത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അമേരിക്കയിലും യൂറോപ്പിലും വ്യാപക പ്രതിഷേധം. നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന പേരിലാണ് വിവിധയിടങ്ങളിൽ ആയിരങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ജനാധിപത്യം രാജവാഴ്ചയല്ല, ട്രംപ് രാജാവല്ല, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കയിലുടനീളം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ വീണ്ടും നോ കിങ്സ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. കഴിഞ്ഞയാഴ്ച നോ കിങ്സ് പ്രതിഷേധം നടന്ന നഗരങ്ങളിലെല്ലാം വലിയ ജനക്കൂട്ടം പങ്കെടുത്തു. ഇറാനിലെ യുദ്ധം, ഫെഡറൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് നടപടി, വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് എന്നിവ ഉൾപ്പെടെ ട്രംപ് അടിച്ചേൽപ്പിച്ച നയങ്ങൾക്കെതിരെയാണ് നോ കിങ്സ് റാലി അമേരിക്കയിലും യൂറോപ്പിലും നടന്നത്.
US സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ചെറുപട്ടണങ്ങളിലും ജനക്കൂട്ടം ഒത്തുകൂടി പ്രതിഷേധിച്ചു. ലോസ് ഏഞ്ചൽസിലും ന്യൂയോർക്കിലും വലിയ മാർച്ചുകൾ നടന്നു. മിന്നസോട്ടയിലെ സെയിന്റ് പോൾ മേഖലയിലാണ് നോ കിങ്സ് പ്രതിഷേധത്തിന്റെ തുടക്കം. ഇവിടെ നടന്ന പ്രതിഷേധം ജനബാഹുല്യം കൊണ്ട് ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 2 ലക്ഷത്തിലധികം പേരാണ് മിനസോട്ടയിലെ റാലിയിൽ അണിനിരന്നത്. സ്ട്രീറ്റ്സ് ഓഫ് മിനിയാപോളിസ് ഗാനത്തിന്റെ സൃഷ്ടാവും ഗ്രാമി അവാർഡ് ജേതാവുമായ പ്രശസ്ത അമേരിക്കൻ റോക്ക് ഗായകൻ ബ്രൂസ് സ്പ്രിംഗ്സ്റ്റീൻ മിനസോട്ടയിലെ റാലിയിൽ പങ്കെടുത്ത് ഗാനങ്ങൾ ആലപിച്ചു. മിനസോട്ട ഗവർണർ ടിം വാൾസ് ഫെഡറൽ സർക്കാരിന്റെ നടപടികളെ പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തിയത് അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തി. കാലിഫോർണിയ, ടെന്നസി, ഒഹായോ, ന്യൂജേഴ്സി, ഡെലവെയർ, ഫ്ലോറിഡ, ടെക്സസ്, വാഷിംഗ്ടൺ DC തുടങ്ങിയ നഗരങ്ങളിലും ശക്തമായ പ്രതിഷേധം നടന്നു. പ്രതിഷേധക്കാർ ട്രംപിന്റെയും വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും മറ്റ് ഭരണകൂട ഉദ്യോഗസ്ഥരുടെയും കോലം കത്തിച്ചു. പരമ്പരാഗതമായി റിപ്പബ്ലിക്കൻ, ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പ്രതിഷേധം നടന്നു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനമായാണ് നോ കിങ്സ് പ്രതിഷേധം വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ ഏകാധിപത്യ ഭരണരീതികൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു നോ കിങ്സ് പ്രതിഷേധങ്ങൾ. ട്രംപ് ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഏകദേശം 8.5 ദശലക്ഷം നിവാസികളുള്ള ന്യൂയോർക്ക് സിറ്റി മുതൽ 2024 ട്രംപിന് 66% ലഭിച്ച കിഴക്കൻ ഇഡാഹോയിലെ 2000-ൽ താഴെ ജനസംഖ്യയുള്ള ഡ്രിഗസിൽ വരെ ആളുകൾ റാലിയിൽ പങ്കെടുത്തുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നോ കിങ്സ് റാലിയുടെ 3ാം ഘട്ടമായിരുന്നു കഴിഞ്ഞയാഴ്ച നടന്നത്. പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടത്തിൽ 2025 ജൂൺ 5 നടന്ന റാലിയിൽ 10 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തിരുന്നു. ഒക്ടോബറിൽ നടന്ന 2ാം ഘട്ട പ്രതിഷേധത്തിൽ 70 ലക്ഷം ആളുകൾ പങ്കെടുത്തതായി കണക്കാക്കുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ച നടന്ന 3ാം ഘട്ട പ്രതിഷേധത്തിൽ 90 ലക്ഷം പേർ പങ്കെടുത്തു എന്നാണ് സംഘാടകരുടെ അവകാശവാദം. പ്രതിഷേധങ്ങൾ പൊതുവെ സമാധാനപരമായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ സംഘർഷങ്ങളും അറസ്റ്റുകളും നടന്നു. ട്രംപിന് നമ്മളെ ഒരു സ്വേച്ഛാധിപതിയെ പോലെ ഭരിക്കണമെന്നുണ്ട്. എന്നാൽ ഇത് അമേരിക്കയാണ്. അധികാരം ജനങ്ങൾക്കുള്ളതാണ്, അല്ലാതെ രാജാക്കന്മാർക്കോ അവരുടെ കോടീശ്വര സുഹൃത്തുക്കൾക്കോ അല്ല എന്ന് സംഘാടകർ പറഞ്ഞു. എന്നാൽ പ്രതിഷേധത്തിന് യഥാർത്ഥ പൊതുജന പിന്തുണയില്ലെന്നും ഇത് ഇടതുപക്ഷ ഫണ്ടിംഗ് ശൃംഖലയുടെ ഉൽപ്പന്നമാണെന്നും വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു. അധികാര കേന്ദ്രീകരണത്തിനെതിരെയും ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണവും ആവശ്യപ്പെട്ടാണ് നോ കിങ്സ് പ്രതിഷേധം മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ യുദ്ധച്ചെലവുകൾ സാധാരണക്കാരന്റെ പോക്കറ്റടിക്കുന്നുവെന്നും വിലക്കയറ്റം സഹിക്കാനാവില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. സർക്കാർ നയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പൊതുജനങ്ങളുടെ തുടർച്ചയായ വിയോജിപ്പിനെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു പ്രതിഷേധമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആംസ്റ്റർഡാം, മാഡ്രിഡ്, റോം എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ നഗരങ്ങളിലും ഓസ്ട്രേലിയയിലും നോ കിങ്സ് റാലികൾ നടന്നു. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ രാജാക്കന്മാരില്ല, അധികാരം ജനങ്ങളുടേതാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനങ്ങൾ തെരുവുകൾ കൈയടക്കി. ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ സാമൂഹിക വിഭജനം വർദ്ധിപ്പിക്കുകയും ജനാധിപത്യ മാനദണ്ഡങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന വിമർശനം. രാജ്യം ജനങ്ങളുടേത്, അധികാരികളുടേതല്ല എന്നെഴുതിയ പ്ലക്കാർഡുകളിൽ നിന്ന് അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പണത്തിന്റെയും അധികാരത്തിന്റെയും ബലത്തിൽ രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ഭരണവർഗം സ്വന്തം നേട്ടത്തിനായി ബലികഴിക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു. പ്രതിഷേധം അമേരിക്കൻ വിപ്ലവത്തിന്റെ ആത്മാവിനെ വിളിച്ചുണർത്തുന്നതാണെന്നും ഒരിക്കൽ നിരസിച്ച രാജാധിപത്യം മറ്റൊരു രൂപത്തിൽ തങ്ങളെ കീഴടക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. എന്നാൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ പൊതുജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരല്ലെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായ സമരമാണെന്ന വാദം ഉയർത്തിയാണ് ട്രംപ് അനുകൂലികൾ നോ കിങ്സ് പ്രതിഷേധത്തെ പ്രതിരോധിക്കുന്നത്. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാര നിരക്ക് 0 താഴെയെന്ന് റിപ്പോർട്ട്. പ്രസിഡന്റ് പദവിയിലെ 2ാം ഊഴത്തിലെ ഏറ്റവും താഴ്ന്ന നിലയാണിത്. ഒരു US പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ദുർബലമായ നില കൂടിയാണിതെന്ന് AF പോസ്റ്റ് പങ്കുവച്ച് ഒരു X വീഡിയോയിലെ വിശകലനം വ്യക്തമാക്കുന്നു. -17 ട്രംപിന്റെ അംഗീകാര നിരക്ക്. മാർച്ച് 26 ഫോക്സ് ന്യൂസ് പോൾ
ട്രംപിന്റെ അംഗീകാര നിരക്ക് 41%-ത്തിലെത്തിയതായും രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ 59% അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും വ്യക്തമാക്കുന്നു. ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.